शमा रोशन कर दी है इंशाल्लाह। सब में यह जज्बा पैदा हो गया कि हम बहुत कुछ कर सकते हैं। और हमने इंशाल्लाह इस मुल्क में रह के और इस मुल्क के लिए काम करना है और इस मुल्क का नाम पूरी दुनिया में रोशन करना है इंशाल्लाह। और आप और माशाल्लाह फिर आप जिस तरह अल्लाह के सामने सब बुजुर्गों में पूरी उम्मत मुसलमान फख्र कर रही है, बहुत बड़ी बात है। तो हम यानी खराज तहसीन पेश करते हैं। ठीक है, हमारी यूथ की मुस्लिम यूथ लीग की तंजीम है। इंशाल्लाह ताला हम अब जेवलिन थ्रो के इंशाल्लाह ताला हम प्राइवेट सतह पर टूर्नामेंट भी करवाएंगे इंशाल्लाह ताला। और पाकिस्तान में जिस तरह कौमी सतह पर हॉकी खेली जाती थी, इंशाल्लाह अब इसको पाकिस्तान में हमने कौमी सतह का खेल बनाना है इंशाल्लाह। तो हम बहुत सारे टूर्नामेंट करवाएंगे। एक और चीज मैं जरूर कहना चाहूंगा कि നമസ്കാരം. ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ പാകിസ്ഥാൻ താരം അർഷാദ് നദീം വിവാദത്തിൽ. ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ നേതാവ് ഹാരിസ് ദറുമായി ചർച്ച നടത്തുന്ന അർഷാദ് നദീമിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ താരത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നതും. ഭീകരവാദ സംഘടന നടത്തുന്ന ചടങ്ങിലേക്ക് അർഷാദിനെ ക്ഷണിച്ച് കൂടുതൽ യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് ആകർഷിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് പുറത്തുവരുന്ന വിവരം. തലവഴ സെയ്ഫുല്ല കസുറിയും ഹാരിസും ചേർന്നാണ് ഫാൽക്കൺ ഫോറസ്റ്റ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിനിടെയായിരുന്നു ഇവർ അർഷദ് നദീമിനെ അഭിനന്ദിക്കാനെത്തിയതും. 2018 ഹാരിസ് ദർ ഉൾപ്പെടെ 7 MML നേതാക്കളെ US ഭീകരരായി പ്രഖ്യാപിച്ചിരുന്നു. ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ സഹകരണത്തോടെയാണ് MML പ്രവർത്തിക്കുന്നത്. 2017 സയീദിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന സ്ഥാപിച്ചത് തന്നെ. 2018 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും US ഉപരോധം വന്നതോടെ രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാൻ ഇക്കൂട്ടർക്ക് സാധിച്ചില്ല. അതേസമയം വീരപുരുഷനായി മാറിയ അർഷാദ് നദീം ലഷ്കർ ഇ തോയ്ബയ്ക്കൊപ്പമുള്ള വീഡിയോ പുറത്തു വന്നതോടെ വ്യാപക വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോളം ഉയരുന്നത്. ഈ 27കാരൻ ഭീകരരുമായി കൈകോർക്കുന്നത് ഭാവിക്കും അവരുടെ രാജ്യത്തിനും നല്ലതല്ല എന്നാണ് പാകിസ്ഥാനിലെ ഒരു വിഭാഗം പേർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുന്നത്. അതേസമയം പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഫൈനലിൽ 92.97 മീറ്റർ ദൂരം താണ്ടി ഒളിമ്പിക്സ് റെക്കോർഡോടെയാണ് അർഷാദ് നദീം സ്വർണം നേടിയത്. ഇന്ത്യൻ താരം നീരജ് ചോപ്ര വെള്ളിയും നേടി. ഒളിമ്പിക്സിന് ശേഷം നാട്ടിലെത്തിയ നദീമിന് ലാഹോർ വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പാണ് ലഭിച്ചത്. സർക്കാർ വിജയ പരേഡും ഒരുക്കിയിരുന്നു. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പുരുഷ ടീം സ്വർണം നേടിയതിനു ശേഷം 40 വർഷത്തിനു ശേഷം പാകിസ്ഥാന്റെ ആദ്യ സ്വർണമായിരുന്നു നദീമിന്റേത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.